നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് സ്വദേശിയായ സലാലയിൽ പള്ളിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറെ ദുഃഖകരമായൊരു വാർത്ത അല്പസമയം മുമ്പാണ് നമ്മെ തേടി എത്തിയത്. പ്രവാസികളുടെ മരണം നമുക്കറിയാം, ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്ത തന്നെയാണ്. കോഴിക്കോട് സ്വദേശിയാണ് സലാലയിൽ പള്ളിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ചെറുവള്ളൂർ കക്കമുറക്ക് സ്വദേശി മൊയ്തീനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. സലാല സദയിൽ ഖദീജ മൻസിലിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം നടന്നത്. ആരാണ് വെടിവെച്ചതെന്ന് വ്യക്തമല്ല. ഇന്ന് രാവിലെ 10 മണിക്കാണ് സംഭവം നടന്നെങ്കിലും അല്പസമയം മുൻപാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഇതിനെ തുടർന്ന് ഈ പള്ളിയിൽ നമസ്കാരം നിർത്തിവെച്ചു. അതേസമയം ഹൃദയാഘാതം മൂലം സൗദിയിൽ മരിച്ച പ്രവാസിയുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് പ്ലാത്തോട്ട് സ്വദേശി VK ജയദേവന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ചത്. 54 വയസ്സായിരുന്നു. ശക്തമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം 8-നാണ് റിയാദിന് സമീപം അൽഖർജിൽ മരിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 14 വർഷമായി അൽഖർജിൽ ഗൾഫ് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര ജീവകാരുണ്യ കമ്മിറ്റിയും അൽഖർജ് ഏരിയ ജീവനകാരുണ്യ കമ്മിറ്റിയുമാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയത്. കേളി കേന്ദ്ര ജീവകാരുണ്യ വിഭാഗം കൺവീനർ നസീർ, അൽഖർജ് ജീവനകാരുണ്യ കമ്മിറ്റി അംഗം ലിബിൻ പശുപതി എന്നിവരാണ് സൗദിയിലെയും തളിപ്പറമ്പ് മുനിസിപ്പൽ കൗൺസിലർ ഗിരീശൻ നാട്ടിലെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വ്യാഴാഴ്ച പുലർച്ചെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലെത്തിച്ച മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വേലിക്കാത്ത് നാരായണന്റെയും പരേതനായ ദേവിയുടെയും മകനാണ്. സതിയാണ് ഭാര്യ.